കർണാടകയിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിനുള്ളിൽ അസംതൃപ്തരായി നിൽക്കുന്ന പല MLA-മാരും ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇപ്പോൾ അഴിമതിയിലാകെ പെട്ടിരിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ കർണാടകയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭരണകക്ഷിയായ കോൺഗ്രസ് MLA രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഗുരുതരമായ വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ BJP കോൺഗ്രസ് സർക്കാരിനെതിരെ വളരെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതേസമയം അവരുടെ MP-യും മുൻ മുഖ്യമന്ത്രിയുമായ ജഗദീഷ് ഷെട്ടാർ സർക്കാരിന്റെ പതനം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതായത് ഈ സർക്കാർ ഉടൻ തന്നെ വീഴുമെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഷെട്ടാർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം കോൺഗ്രസ് MLA-മാർ BJP-യിൽ ഉടൻ തന്നെ ചേരാനായി പോവുകയാണ് എന്ന് തന്നെയാണ്. അതായത് ഒരു കൂട്ടം കോൺഗ്രസ് MLA-മാർ BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോൾ ഷെട്ടാർ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഈ സർക്കാർ അധികകാലം നിലനിൽക്കില്ല എന്നും കോൺഗ്രസ് MLA-മാർ അവരുടെ പാർട്ടിയുടെ സർക്കാരിൽ അസ്വസ്ഥരായതിനാൽ ഈ സർക്കാർ ഉടൻ വീഴുമെന്നും തന്നെയാണ് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. കാഗ്വാഡ് MLA രാജു കേജ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് MLA-മാരാണ് കൂട്ടമായി BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വേഗത കുറയുന്നതിൽ താൻ അസ്വസ്ഥനാണെന്നും അതിനാൽ രാജിവെച്ചേക്കാമെന്നും കേജിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിക്കൊണ്ടാണ് ഷെട്ടാർ ഈ കാര്യം തുറന്നടിച്ചു പറഞ്ഞത് മാധ്യമപ്രവർത്തകരോട്. കോൺഗ്രസിൽ നിന്നുള്ള കൂറുമാറ്റങ്ങൾക്കായി BJP ഒരു ഓപ്പറേഷൻ ലോട്ടസ് ആസൂത്രണവും ചെയ്യുന്നില്ലെന്നും എന്നാൽ കോൺഗ്രസ് MLA-മാർ അവരുടെ രാഷ്ട്രീയ വിശ്വസ്തത മാറ്റാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു എന്നും ഷെട്ടാർ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് സർക്കാരിനോട് അസ്വസ്ഥത പ്രകടിപ്പിച്ച് രാജിവെക്കാനായിട്ട് ആഗ്രഹിച്ചത് ഭരണപക്ഷത്തുള്ള കേജ് മാത്രമല്ലെന്നും BJP മുതിർന്ന നേതാവ് BS യെദ്യൂരപ്പ ബാംഗ്ലൂരിൽ പറയുകയുണ്ടായി. കോൺഗ്രസ് MLA-മാർ പലരും സർക്കാരിൽ അസ്വസ്ഥരാണ് എന്നും അവരിൽ ഓരോരുത്തരും തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നും ഇനി നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്നുമാണ് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേസമയം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അശോക് ശ്രീ സിദ്ധരാമയ്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ അദ്ദേഹം രാജി സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കർണാടകയിൽ അഴിമതി ആരോപണം വളരെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്നു കോൺഗ്രസിനെ ഇപ്പോൾ കർണാടകയിൽ. അതുമാത്രമല്ല ഭരണപക്ഷത്തുള്ള MLA-മാർ പോലും ഇപ്പോൾ ഒരു MLA തന്നെ പരസ്യമായിട്ട് താൻ രാജിവെക്കാനായിട്ട് പോവുകയാണ് എന്ന് തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം BJP തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, അവർ തന്നെ അവകാശപ്പെടുന്നത് കോൺഗ്രസിലെ നിലവിലെ പല MLA-മാരും കോൺഗ്രസിനുള്ളിൽ അതൃപ്തരാണെന്നും അവർ BJP-യിലേക്ക് ഉടൻ എത്തുമെന്നും അവകാശപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ BJP. ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് കർണാടകയിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടം അവിടെ കോൺഗ്രസ് ഏത് തരത്തിൽ തരണം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.